എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജീവശാസ്ത്രം പരീക്ഷയായിരുന്നു, അതായത് ബയോളജി പരീക്ഷയായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 9:30 മുതൽ 11:15 വരെയായിരുന്നു ഇന്നത്തെ പരീക്ഷ. അപ്പോൾ ജീവശാസ്ത്രം പരീക്ഷയിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും A+ കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ എഴുതിയതിന് A ഗ്രേഡിൻ്റെ മാർക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെയെങ്കിൽ അത് A+ ഗ്രേഡ് ആക്കിയിട്ട് മാറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏകദേശം A+ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള വിഷയങ്ങളാണ് സയൻസ് വിഷയങ്ങളായിട്ടുള്ളത്, അതായത് 10ാം ക്ലാസ്സിലെ സയൻസ് വിഷയങ്ങൾ. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഈ രസതന്ത്രം, ജീവശാസ്ത്രം, അതുപോലെ ഊർജ്ജതന്ത്രം, ഇതുപോലുള്ള സബ്ജക്റ്റുകളൊക്കെ എളുപ്പത്തിൽ A+ നേടാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെയായിരിക്കും ജീവശാസ്ത്രം പരീക്ഷ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് കൂടുതൽ വിദ്യാർത്ഥികൾക്കും A+ ഗ്രേഡ് ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു വിഷയമാണ് ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടുമെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മാർക്ക് കുറയുമോ എന്നുള്ളതൊന്നും ആലോചിച്ച് പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം വിദ്യാർത്ഥികളിൽ പലരും പറയുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾക്ക്, അതായത് 33 നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ലഭിച്ചിട്ടുള്ളൂ, പക്ഷെങ്കിൽ അതിന് A+ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ നോക്കുന്നതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് വാല്യുവേഷൻ ടൈമിൽ ലഭിക്കുന്നതാണ്. കാരണം മുൻപ് അതേ രീതിയിൽ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പല വിദ്യാർത്ഥികളും A ഗ്രേഡൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ A+ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതായത് വാല്യുവേഷൻ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ A ഗ്രേഡ് മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ കരുതി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു 33 മാർക്കോ അതിന് മുകളിലോ ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നെക്സ്റ്റ് ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യും, അതായത് A+ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് അതിനെ A+ ആക്കും. 90% മാർക്ക് കംപ്ലീറ്റ് ആകുന്നത് വരെയാണ് A+ ഗ്രേഡ് ആക്കുക. അതായത് 90% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ജീവശാസ്ത്രം പരീക്ഷയിൽ 10 മാർക്ക് CE, 40 മാർക്ക് ഈ ഒരു എഴുത്ത് പരീക്ഷ, അപ്പോൾ ടോട്ടൽ 50 മാർക്ക്. 50 മാർക്കിൽ 45 മാർക്കാണ് 90% എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഇപ്പോൾ പരീക്ഷയിൽ ലഭിച്ചിട്ടുള്ളത് 33 മാർക്കാണ്. അപ്പോൾ ഇതിനോടൊപ്പം 10 മാർക്ക് CE കൂട്ടുന്ന സമയത്ത് 43 മാർക്കാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ കൂടി ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കുറവുള്ള 2 മാർക്ക് ആഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഗ്രേസ് മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രേസ് മാർക്കിൽ നിന്നും 2 മാർക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്ത് അതിനെ A+ ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയൊരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ നിങ്ങൾ തോൽക്കുമല്ല മാർക്ക് കുറയുമെന്നുള്ള പേടി വേണ്ട. അതുപോലെ ഇതിൽ ജയിക്കാനായിട്ട് 5 മാർക്ക് മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്കിൽ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഗ്രേഡ് മാറ്റം ആയിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഈ ജസ്റ്റ് ഒരു 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകുമെന്നുള്ളത് കറക്റ്റാണ്. അതായത് 5ഉം 10ഉം ടോട്ടൽ 15 മാർക്കാണ്. 15 മാർക്കാണ് 50ൻ്റെ 30%, അതായത് D+ ഗ്രേഡാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഗ്രേഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാകും. ഇതിൽ കൂടുതൽ മാർക്ക് എത്രത്തോളം കിട്ടുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ഗ്രേഡിൽ ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പരീക്ഷ ഏതായാലും അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇത്ര മാത്രമാണ്. നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് ബയോളജി പരീക്ഷയ്ക്ക് 20 മാർക്കാണ് കിട്ടുന്നത് എന്ന് കരുതുക. അപ്പോൾ ഇതിനോടൊപ്പം 10 മാർക്ക് CE കൂടി കിട്ടുന്നു എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആ ഒരു തുകയെ നിങ്ങൾ 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിക്കാനുള്ള കാരണം ഇതിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ 30 × 2 എന്ന് പറഞ്ഞാൽ 60 മാർക്കാണ്. അപ്പോൾ 60ൽ ഇതിൽ ഏത് റേഞ്ചിലാണോ വരുന്നത്, ഇതിൻ്റെ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ 60 ഏത് റേഞ്ചിലാണ് വരുന്നത് എന്ന് നോക്കുക. അപ്പോൾ 60 മുതൽ 69 വരെ B ഗ്രേഡാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് B ഗ്രേഡായിരിക്കും കിട്ടുക. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും അതിനോടൊപ്പം 10 മാർക്ക് CE കൂട്ടി ആ ഒരു ടോട്ടൽ കിട്ടുന്നതിനെ 2 കൊണ്ട് ഗുണിച്ച് ആ ഒരു കിട്ടിയ തുക ഇതിൽ ഏത് റേഞ്ചിലാണ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മാർക്ക് കൂടുമോ എന്ന് ടെൻഷൻ അടിക്കേണ്ട, കുറയുമോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഈ ഒരു SSLC പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ജയിക്കാറുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, വിജയ ശതമാനം ഏകദേശം
99.99 സംതിങ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും സാധാരണഗതിയിൽ ജയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് സോഷ്യൽ സയൻസ് നന്നായിട്ട് ഇപ്പോൾ മുതൽ പഠിക്കുക. അതായത് വീട്ടിലെത്തിയത് മുതൽ നിങ്ങൾ ജസ്റ്റ് കുറച്ച് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച ശേഷം ഈ ഒരു സോഷ്യൽ സയൻസ് നന്നായിട്ട് പഠിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മേഘങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഏത് ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് പ്രത്യേകം പറയാൻ സാധിക്കില്ല. കാരണം അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കവർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇനി 2 ദിവസം പഠിക്കാൻ കിട്ടുന്നുണ്ട്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.